കെ മധുവിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. മധു, മഴയുണ്ടോ ഇപ്പോൾ അവിടെ? ആര്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആര്യ, മഴയെപ്പറ്റി പറയാൻ പേടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതാ നമ്മൾ ഒന്ന് തെളിഞ്ഞു എന്ന് പറയുമ്പോൾ വീണ്ടും ഇതാ മഴ പെയ്യുന്ന അവസ്ഥ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ട കാര്യമാണിത്. മഴ വീണ്ടും പതിയെ പതിയെ ശക്തിയാർജിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുണ്ടക്കൈയിലേക്ക് അധികം ആളുകളെയൊന്നും ഇനി സ്വാഭാവികമായും കടത്തിവിടാൻ സാധ്യതയില്ല. കാരണം അത് കടത്തിവിടുന്നത് വളരെ വളരെ സാഹസികം എന്ന വാക്കല്ല, ഒരു ശരിക്കും റിസ്കി എന്ന വാക്ക് കുറച്ചുകൂടി കൃത്യമായി ബോധ്യപ്പെടുന്നത് ആ ഘട്ടത്തിലാണ്. അജയ് ഒരിക്കൽ കൂടി ഒപ്പുണ്ട്. ആർക്ക് ഓർമ്മയുണ്ടാവും, തുടക്കത്തിൽ നമുക്കിപ്പോൾ അജയ് ചേർന്നിരുന്നു. അജയുടെ വീട് നമ്മളിപ്പോൾ നിൽക്കെടുത്തുനിന്ന് ഒരു 300 മീറ്റർ അപ്പുറത്താണ്. അജയ്, നമ്മൾ വന്നപ്പോൾ നേരം തെളിഞ്ഞിരുന്നില്ല, നമ്മൾ ആദ്യത്തെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ വെള്ളത്തിന്റെ ശക്തി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ രക്ഷാസേനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് നമ്മളുടെ മണ്ണിനടിയിൽ കിടക്കുന്ന ശരീരങ്ങളൊക്കെ എടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. ഇപ്പം നേരത്തെ കളക്ടർ പറഞ്ഞത്, ഇന്നലെ നമ്മൾ അവിടെ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നു. പക്ഷെ ഇനി അവൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവും, മുണ്ടക്കൈയിൽ അട്ടമലയിലും ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. എത്രയോ ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്, ഇതിനൊന്നും കണക്കില്ല. അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ എത്രയോ പാടികളിലുണ്ടായിരുന്നു, ഞാൻ സ്ഥിരം പോകുമ്പോൾ കാണുന്നതാണ്. പക്ഷേ അവരൊന്നും ഇന്നപ്പോൾ ആ പാടികൾ പോലും ഇല്ല. അപ്പോൾ അവരുണ്ടാവും എന്നുള്ളതിന് തെളിവുകൾ, യാതൊരുവിധ തെളിവുകളും ഇല്ല. എത്രത്തോളം മരണസംഖ്യ, നമ്മളിപ്പോൾ കണക്കുകൾ പലതും പറയുന്നുണ്ട്, 400 500 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ കണക്കുകൾ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചകൾ തന്നെ എടുത്തേക്കാം. ഈ പറഞ്ഞത് ആര്യ, ഞാൻ കരുതുന്നു അത് ഈ പ്രദേശത്തുള്ളവരുടെ ഒരു ആശങ്കയാണ്. ഇവിടെ നിന്നുള്ളവർ ഒരുപാട് പേരെ ഇന്നലെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളവർ പല ക്യാമ്പുകളിലായി. രാത്രി കടന്നു ചെന്നവരെ ഒരു പക്ഷേ ഈ പകലിൽ അവർക്ക് പരസ്പരം കണ്ടുമുട്ടാനാകട്ടെ എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാവുന്നത്. നാട്ടിൽ ആശങ്ക വളരെ ശക്തമാണ്. പുഴയിലെ ഒഴുക്ക് കൂടിയോ അജയ്? കൂടിയിട്ടുണ്ട്, ജലത്തിന്റെ പ്രവാഹം കൂടിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഇനി ഇത് നമ്മളിവിടെ ഫീൽ ചെയ്യുന്ന പോലെയല്ല, മലയിൽ ശരിക്കും ശക്തമായ മഴയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അടിയൊഴുക്കുകൾ നന്നായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ വെള്ളം കൂടി വരുന്നത്. ആര്യ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതാ ഇപ്പോൾ ആളുകൾ അവിടേക്ക് പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് ഈ സ്ഥലത്ത്. പക്ഷേ NDRF അടക്കമുള്ളവർ ആ താൽക്കാലിക പാലം കടക്കുന്നതും, ഷിജിൻ ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാനാവും, ആ ദൃശ്യങ്ങൾ തന്നെ കാണിക്കാനാവും. പക്ഷേ ആര്യ നോക്കൂ, നമുക്ക് എത്ര വലിയ പാറക്കല്ലുകളാണ് ഈ പൊട്ടി വന്ന് ഈ പുഴയുടെ നടുവിൽ തന്നെ ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതിനപ്പുറത്ത് മനുഷ്യർ ഇപ്പോൾ എത്തുമ്പോൾ ഇന്ന് ആദ്യമായി പകൽ വെളിച്ചത്തിൽ അവിടെ എത്തുന്ന ആദ്യത്തെ സംഘം നമ്മുടെ ഷഹീദും സംഘവുമായിരുന്നു, കമലും സംഘവുമായിരുന്നു. ഷഹീദും കമലും ചേർന്നാണ് ആദ്യം ഇന്ന് അവിടേക്ക് കടന്നു ചെന്നത്. അതിനപ്പുറത്ത് നമുക്ക് കാണാം, ഈ തേയിലത്തോട്ടങ്ങൾക്കപ്പുറത്ത് മനോഹരമായ ഭൂമിയുണ്ടായിരുന്നു. ഈ കാണുന്നിടത്ത് നിന്ന് ഈ 2 ആലുകൾക്കപ്പുറത്ത് വഴി 2ആയി പിരിഞ്ഞത്, ഒന്ന് അട്ടമലയിലേക്കും മറ്റൊന്ന് മുണ്ടക്കൈയിലേക്കും പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ വഴി, ആ വഴി ചേരുന്നത്, ആ കൂടിച്ചേരുന്ന പ്രദേശമാണ് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുള്ളത്. ആ പാലം, കമൽ നേരത്തെ പറഞ്ഞത് അതാണ്, ഈ പാലത്തിന്റെ നേരത്തെ അപ്പുറത്ത് പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്നു ആ പാലത്തിന് അവർ ചെല്ലുമ്പോൾ, ക്ഷമിക്കണം ആര്യ, അവർ ചെല്ലുമ്പോൾ അതിന് താഴെയായിരുന്നു വെള്ളം. പക്ഷെ വൈകാതെ ആ പാലത്തെ മൂടിക്കളയുന്ന വിധത്തിൽ ജലപ്രവാഹം തുടങ്ങി. രാത്രി തിരിച്ചു പോരാൻ കഴിയും, ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷവും ഇല്ല, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ട് നിന്നിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ട ഒരാൾ ഈ മുകളിൽ പൊട്ടിയൊലിച്ച ആ പ്രദേശത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ, അതിന്റെ ഒത്ത നടുക്കായിരുന്നു അദ്ദേഹത്തിന്റെ വീട്, രമേശന്റേത്. രമേശനും ഒരു ഒക്കത്ത് ചേർത്ത് പിടിച്ച ഒരു പോമറേനിയൻ പട്ടിയുമൊത്ത് നമ്മൾ ഇന്നലെ ക്യാമ്പിൽ നമ്മൾ